ആമീസ് അടുക്കളയും ബ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നേരെ മഷ്റൂം പേപ്പർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മഷ്റൂം നേരെ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യണം. ഇത്രച്ച വേണം. ചെറുതല്ല ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ളൂ, വലുതല്ല ഞാൻ നാലായിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് മീഡിയം സൈസ് 3 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, കറിവേപ്പില. പിന്നെ ഇതിന് ആവശ്യമുള്ളൊരു മസാല ഓരോ 2 സ്പൂണ് കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ 2 സ്പൂണ് മല്ലി, വലിയ ജീരകം ഒരു 1/2 സ്പൂണ്, അതേപോലെ തന്നെ ചെറിയ ജീരകം 1/2 സ്പൂണ്. ഇത് ഓയിലൊന്നും ഒഴിക്കാതെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഒരു പാൻ വെച്ച് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനിയും ആ കുരുമുളക്, മല്ലിയും ചെറിയ ജീരകവും വലിയ ജീരകവും ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. മൂത്തിട്ട് പൊടിച്ചെടുക്കാം. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത്, തരിതരിയായിട്ടുള്ള പൊടിയാകാവും. ഇത് ഇത്രയും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. നമുക്ക് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് പൊടിച്ചുകൊണ്ട് വരാം. നമ്മൾ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഇത് ഒഴിക്കുന്നത്. ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. 2 സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചേക്കുന്നത് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അങ്ങോട്ടിടാം. ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് അതിൻ്റെ ഒന്ന് ആ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് സവാള അരിഞ്ഞതിടാം. എല്ലാം ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത്. അത് നന്നായിട്ട് വഴണ്ട് വരണം. നല്ലതുപോലെ വഴണ്ട് മൊരിഞ്ഞ് വരണം. ഇത് നല്ലതുപോലെ വഴണ്ട് വരണം. അപ്പോൾ ഇതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ഇടാം. ഇനി ഇത് നല്ലതുപോലെ വഴട്ടിയെടുത്തിട്ട് കാണിക്കാം. നമ്മളെ സവാള നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. സവാളയും വെളുത്തുള്ളി ഇഞ്ചി. ഇനി നമുക്ക് ഇതിലോട്ട് മഷ്റൂം ഇടാം. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെക്കണം. എല്ലാം നല്ലതുപോലെ ഇതിനകത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ശകലം മഞ്ഞൾപ്പൊടിയും ചേർക്കാം. 1/4 ടീസ്പൂൺ മതി. നമ്മൾ സവാള വഴറ്റിയപ്പോൾ മാത്രം അതിനുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഇതിനൂടെ ശകലം കുറച്ച് ഉപ്പിടാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഒട്ടും വെള്ളം ഒഴിക്കണ്ട, കാരണം ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് അടച്ച് വെക്കാം. നമുക്ക് തുറക്കാം. അല്ലേ, ഇതിൽ നിന്നുള്ള വെള്ളം എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ അന്നേരം ആദ്യം പൊടിച്ച് വെച്ച ആ മസാല ഉണ്ടല്ലോ, അതിൻ്റെ പകുതി ഇപ്പോൾ ഇട്ട് കൊടുക്കണം. ബാക്കി ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. പിന്നെ ഓരോരുത്തരുടെ എരിവിൻ്റെയൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് കുരുമുളകൊക്കെ കുറയ്ക്കണേ കുറയ്ക്കാം. ഇതിനി നമുക്കങ്ങ് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മഷ്റൂം പേപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനിയും ഡ്രൈ ആക്കണേ ആക്കാം, അല്ലെങ്കിൽ ഇത്രയും ഡ്രൈ ആക്കണ്ടാക്കി അതിനപ്പുറം വെച്ച് നിർത്താം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും ഇന്ന് ബാക്കി ഇരുന്ന മസാലയും കൂടെ നമുക്കങ്ങോട്ട് ഇടാം. ഇട്ട് എല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ മഷ്റൂം പേപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. അതുകൊണ്ട് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം.